നാട്ടുകാർക്ക് ആശങ്ക എന്ന് വെച്ചാൽ വന്യമൃഗങ്ങളല്ലേ, വന്യമൃഗങ്ങളിൽ എന്തായാലും ആശങ്ക ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു മൃഗമല്ല ഇവിടെ എന്ന് വെച്ചാൽ ജീവിക്കാൻ വളരെയേറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ആന ഇവിടെ വെച്ചാണ് കുത്തിക്കൊന്നത്. ഈ കാണുന്ന വീട് ഇവിടെ തന്നെയാണ് ആന വന്നത്. ഉദ്യോഗസ്ഥ മാത്രം കുറ്റപ്പെടുത്തിയാണ്. തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് ഒരു പുള്ളി ഇപ്പോൾ ആന കുത്തിയിട്ട് ചികിത്സ കിടക്കുന്ന സംഗതി. രാവിലെ ഒരു 6 മണിയായപ്പം എന്നെ ഫോൺ വിളിക്കുകയായിരുന്നു, ഇവിടെ ഇങ്ങനെ കടുവ എത്തിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കടുവ ഒരു കുടുങ്ങി കിടക്കുന്നതാണ് കണ്ടത്. ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ. അപ്പോഴേക്കും പിന്നെ നമ്മുടെ ആൾക്കാരെ ഇവിടെ ഫോറസ്റ്റുകാർ ഓൾറെഡി അന്ന് വന്നായിരുന്നു. അവരത് ബ്ലോക്കാക്കി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. തൊട്ട് പറയാം ഒരു 5 മണിക്ക് മുമ്പ് അവരെത്തിയെന്ന് തോന്നുന്നു. ഒരു 6 മണി 6:30 ആയപ്പോഴേക്കും ഇവിടെ ബാക്കി ഫോറസ്റ്റുകാരും വന്ന് ഇവിടെ ബ്ലോക്കാക്കി. പിന്നെ ഞങ്ങളെ അങ്ങോട്ട് കടത്തിവിടും, നാട്ടുകാരെ പോലും കടത്തിവിടാത്തിരുന്നില്ല. ടാപ്പിങ്ങിന് പോയ ആളാണോ? ടാപ്പിങ്ങിന് രാവിലെ വന്ന ആളാണ് കണ്ടത്. അതിൽ കമ്പിയിൽ കുടുങ്ങി കിടക്കുന്ന രീതിയിലാണോ? ആ കമ്പിയിൽ കുടുങ്ങി കിടക്കുന്ന രീതിയിലാണ് കണ്ടത്. അവിടെ എന്താ ഇങ്ങനെ കമ്പി ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. പന്നി വരാതിരിക്കാൻ വേണ്ടി മൊത്തം കമ്പി വേലി കെട്ടി. കശുവാന്തോട്ടമാണ് ആദ്യം, വാഴയായിരുന്നു, പിന്നെ കശുവാന്തോട്ടമാണ്. ഇപ്പോൾ കമ്പി വേലി കെട്ടിയേക്കായിരുന്നു. അതിൽ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയായിട്ടായിരുന്നു. കാലിലാണോ? കാലിൽ കുടുങ്ങിയിരിക്കുന്നത്. ഈ മേഖലയിലൊക്കെ ജനങ്ങളുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കടുവ വരുന്നതൊക്കെ വലിയ ഇവിടെ എന്ന് വെച്ചാൽ ഈ കാണുന്നത് ഈ 100 മീറ്ററിനപ്പുറം വൈൽഡ് ലൈഫാണുള്ളത്. ഇതിന് മുകളിലുള്ളത് ഫോറസ്റ്റ് തന്നെയാണ്. ഇതിന് താഴെയാണ് ആൾക്കാരുള്ളത്. ഇങ്ങനെ വരുമ്പോൾ വന്യമൃഗങ്ങൾ ശല്യം ഉണ്ട്. ഇവിടെ ആന കയറാതിരിക്കാൻ വേണ്ടി കമ്പി വേലി കെട്ടിയിട്ടുണ്ട്, ആന ലൈൻ വിട്ടിട്ടുണ്ട്. കടുവ സാധാരണ കുറച്ചുകൂടി വലിയ കടുവയാണെന്ന് തോന്നുന്നു. ആ വലിയ കടുവയാണ് ഇവിടെ. ഇവിടെ വലിയ കടുവയാണ്. നാട്ടുകാർക്ക് ആശങ്കയുണ്ടോ? നാട്ടുകാർക്ക് ആശങ്ക എന്ന് വെച്ചാൽ വന്യമൃഗങ്ങളല്ലേ, വന്യമൃഗങ്ങളിൽ എന്തായാലും ആശങ്ക ഉണ്ടാവുമല്ലോ. അതുണ്ട്. കുട്ടികളും പ്രായമായവരൊക്കെ ആൾക്കാർക്ക് പേടിയുണ്ടാവും. വന്യമൃഗത്തെ എന്തായാലും പേടിക്കാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു മൃഗമല്ല, കാട്ടുപോത്ത്, പന്നി, ആന, അണ്ണൻ, കുരങ്ങ്, മുള്ളംപന്നി, ഈ വക സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കൃഷിയിൽ ഒരു സാധനം എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എവിടെയും ഞങ്ങൾ സാധനം കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല. കടുവനെ നിങ്ങൾ കണ്ടായിരുന്നോ? കടുവനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. എൻ്റെ സുഹൃത്ത് കണ്ടതാണ് കഴിഞ്ഞ താഴേന്ന്. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കടുവയല്ല, അത് വേറെന്താ ജീവിയാന്ന് പറഞ്ഞാണ് അവരോടാക്കി വിട്ടത്. അങ്ങനെ 2-3 പേര് കണ്ടു, ആരും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് കടുവ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ കടുവനെ ഇവിടെ മാറ്റാനുള്ള തീരുമാനം ഇനിയും ഇതുപോലുള്ള വന്യമൃഗം വരാനുണ്ടാവും. ഇതിപ്പോൾ ഞങ്ങൾ ഇതിനെ ഭീഷണിയാണ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങി രാത്രി കഴിഞ്ഞ് ഞങ്ങൾക്ക് പുറത്തിറങ്ങി കിടക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ മുറ്റത്ത് നോക്കുമ്പോഴാണ് ഒരു 10-30 കൂട്ടം പന്നി റോട്ടിൽ കൂടെ, മെയിൻ റോട്ടിൽ കൂടെ പോകുന്നു. നമ്മൾ പുറത്തിറങ്ങി റോട്ടിൽ കൂടെ പോകുകയാണെങ്കിൽ നമ്മൾ തട്ടിയിട്ട് പോകത്തില്ലൊന്നുമില്ലല്ലോ. ഇവിടെ എന്ന് വെച്ചാൽ ജീവിക്കാൻ വളരെയേറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. പ്രധാനം അത് മാത്രമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ സാങ്കേതികവിദ്യയിൽ നമ്മൾ എത്രമാത്രം മുന്നോട്ട് വന്നു. വൈൽഡ് ലൈഫിനും ജനവാസ കേന്ദ്രത്തിനും ഇടയ്ക്ക് ഒരു സംവിധാനം ഒരുക്കാൻ ഇന്നത്തെ സാങ്കേതികവിദ്യയിൽ പിന്നെ ഇത്രമാത്രം പുരോഗമിച്ച് ഈ കാലത്ത് ഇപ്പോൾ ചൊവ്വയിൽ പോന്നിട്ട് ചന്ദ്രനിൽ പോയി അവിടെയെല്ലാം നമ്മൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ഇവിടെ ഒരു ചെറിയൊരു സംവിധാനം ഒരുക്കാനുള്ള കഴിവും പ്രാപ്തി ഈ ഗവൺമെൻറ്റിന് ഇല്ലാത്തതുകൊണ്ടാണോ, അത് ഇവിടുത്തെ ഇതിനുള്ള കഴിവും പ്രാപ്തി ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിനില്ലേ? എൻ്റെ ചോദ്യം ഇതാണ്. ജനത്തിന് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഒരുക്കാനുള്ള സംവിധാനം ഇവർക്ക് ഇല്ലേ? ഇവരെന്തിനാണ് ഈ ഭരണതലത്തിൽ കയറിയിരിക്കുന്നത്? ഇവർ ഇത് ചെയ്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇതൊക്കെ ചെയ്യണം. അത് ഞങ്ങൾ പൊതുജനങ്ങൾ ചെയ്യണോ? ആന ഇവിടെ വെച്ചാണ് കുത്തിക്കൊന്നത്. ഈ കാണുന്ന വീട് ഇവിടെ തന്നെയാണ് ആന വന്നത്. ഇതേ സ്പോട്ടിൽ ആന വന്നു. അതിൻ്റെ നഷ്ടപരിഹാരം പോലും കിട്ടിയിട്ടില്ല പുള്ളിക്ക്. ഇപ്പോൾ ചെറുക്കൻ സ്ഥിരം ജോലി കൊടുക്കുന്നതാണ്, ഇതുവരെ കിട്ടിയില്ല. അവർ ഇതേ വൈൽഡ് ലൈഫിൻ്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ഡെയിലി ബേസിൽ പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശങ്കയിലാണ്. അതെ, തീർച്ചയായിട്ടും ഇന്ന് തുടങ്ങിയ ആശങ്കയല്ല ഇത് കാലങ്ങളായി തുടങ്ങിയ ആശങ്കയത്. പക്ഷേ ആരിത് സാധാരണക്കാരൻ പ്രതികരിച്ച കാര്യമില്ലല്ലോ. സാധാരണക്കാരൻ ഇത് വിളിച്ച് പറയുക, അവരത് അംഗീകരിക്കുന്നില്ല. സാധാരണക്കാരൻ വിളിച്ച് പറയുക എന്നല്ല അംഗീകരിക്കുന്നില്ല. നമ്മുടെയൊക്കെ പറമ്പുകളിലെ എല്ലാ മൃഗങ്ങളും നടക്കുക. രാത്രിയായാലും മൃഗം കാരണം നടക്കുന്നില്ല. ഇത് നമ്മൾ സൂമി പോയ പോലെയാണ് മൃഗം നടക്കുന്നത്. ആൾക്കാരും പറയുന്നത് വനം കയ്യേറി ഇങ്ങനെ ഇതായത് കൊണ്ടാണ്. വനം കയ്യേറിയാൽ വന്യമൃഗങ്ങൾ വനം കയ്യേറി കൊണ്ടാണ് ഇറങ്ങുന്നത് നമ്മൾ ചോദ്യം. അപ്പോൾ വന്യമൃഗം വർദ്ധിക്കുന്നതല്ല കാരണം വനം കയ്യേറിയാണോ കാരണം എന്ന് ആരാ പറയണ്ടേ? ഗവൺമെൻറ് പറയണ്ടേ? അവർ പറയട്ടെ. അങ്ങനെ നമ്മുടെ ഈ പ്രോപ്പർട്ടി അവർ ഏറ്റെടുക്കട്ടെ. ഈ വനം കയ്യേറി പറഞ്ഞു ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ ഇത് മൊത്തം എങ്ങനെയായിരുന്നു? വനമായിരുന്നോ? അന്ന് എത്രമാത്രം ജനങ്ങളുണ്ടായിരുന്നു, എത്രമാത്രം മൃഗങ്ങളുണ്ടായിരുന്നു? ഇപ്പോൾ ഞാൻ ഒരു 1000 വർഷത്തിനിടയ്ക്ക് ഇവിടുത്തെ ജനസംഖ്യ എത്രയായിരുന്നു? 100 കോടി താഴെയിലോട്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 750 കോടിയായില്ലേ? ഉദ്യോഗസ്ഥ മാത്രം കുറ്റപ്പെടുത്തിയാണ്. തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് ഒരു പുള്ളി ഇപ്പോൾ ആന കുത്തിയിട്ട് ചികിത്സ കിടക്കുന്ന സംഗതി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മാത്രം കുറ്റപ്പെടുത്തിയല്ല, കാട് കൂടി, പിന്നെ മര്യാദ മൃഗങ്ങളുടെ എണ്ണവും കൂടി സംഗതി. കൃത്യമായ രീതിയിലൊരു സർവേയോ കാര്യങ്ങളൊക്കെ നടത്തി ഇതിൻ്റെ എണ്ണം കൃത്യമായി സർവ്വ നടത്തിയിട്ട് കാര്യമില്ല, എന്നെ സംരക്ഷിക്കേണ്ട കാര്യം. കാട്ടിലെ ജീവി കാട്ടി നിൽക്കണം. എൻ്റെ ഒരു മാസം മുമ്പ് എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു കോഴിക്കോട് ആന വന്ന് ചവിട്ടി കളഞ്ഞു. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറഞ്ഞ അവർ ആ വഴിക്ക് ഇതുവരെ വന്നിട്ട് പോലുമില്ല. എൻ്റെ നായിയെ ഈ കടുവ പിടിച്ചുകൊണ്ട് പോയി. അവരോട് പറഞ്ഞു അത് അജ്ഞാത ജീവിയാണ്. ഇതിപ്പോൾ ഇത് വന്ന് ഇവർ പൂർണ്ണമായിട്ട് വന്ന് ഇങ്ങനെ കുടുങ്ങി കണ്ടത് കൊണ്ടല്ലേ
ഇല്ലെങ്കിൽ ഇവർ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇതിനെ പിന്നെ പിടിച്ചോണ്ട് പോകേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ടല്ലോ. അതിന് കുറേ ചെലവുകളും കാര്യങ്ങളും മെനക്കെടലും ഉണ്ടല്ലോ. അതിനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാതെ അജ്ഞാത ജീവിയാന്ന് പറയും. ഞങ്ങൾ കൊട്ടിയൂരിൽ 7 വയസ്സുള്ളപ്പോൾ ഇവിടെ ജീവിക്കുന്ന അന്നുള്ള കയ്യേറ്റേ ഉള്ളൂ ഇവിടെ. അതിനുശേഷം ആരും ഭൂമി കയ്യേറിയിട്ടൊന്നും ഇവിടെ കാട് കുറച്ചിട്ടില്ല. വന്യമൃഗങ്ങൾക്ക് ജീവിക്കാൻ ഇഷ്ടംപോലെ വനമുണ്ട്, സൗകര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ ഇത്രയും കാലമായിട്ട് ഇവിടെ ഇപ്പോൾ 75 വയസ്സായി, ഇതുവരെയായിട്ടും അന്നൊന്നും ഇത്രയും വന്യമൃഗ ശല്യമില്ല, ഒന്നുമില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഇവിടെ നിർഭയമാണ്. ഇപ്പം ഞാൻ 4 മണിക്ക് പോയി റബ്ബർ വെട്ടി ജീവിക്കുന്നത്. നമുക്ക് വേറെ സർക്കാർ തൊഴിലൊന്നും തന്നിട്ടില്ല. പെൻഷനാണെങ്കിൽ കിട്ടുന്നുമില്ല. അവൻ ചോദിച്ചാൽ ഇപ്പോൾ ഈ റബ്ബർ വെട്ടിയിട്ടാണ് കഴിയുന്നത്. അത് 4 മണിക്ക് പോയി വെട്ടിയാലേ ഉപജീവനം കഴിയുള്ളൂ. അപ്പം ഞാൻ ഇന്നിവിടെ വെട്ടുമ്പം ഈ പറമ്പിൽ ഞാൻ വെട്ടുമ്പോൾ ഈ കടുവ കിടന്ന് കാരണം ഞാൻ കേട്ടു, വലിയ അലറി കാരണം. ഇത് എന്നാ പറ്റിയുടെ കാര്യം എന്നുള്ളത് അറിഞ്ഞില്ല, കുടുങ്ങിയിട്ട കാര്യം എന്നുള്ള അറിയുന്നില്ല.